Hello students, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി നോൺ ഹോമോജീനസ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് ആണ് നോക്കാൻ പോണത്. ഫൈൻഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു സൈൻ ടി. പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ ycയും കൂടി കണ്ടുപിടിച്ചോളൂ. yc കണ്ടുപിടിച്ചാലാണ് ypയുടെ ടേം അതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ഇവിടെയുള്ള ഈ g ഓഫ് ടി അതിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിലും ഉറപ്പായിട്ടും ycയും കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക, yc കണ്ടുപിടിക്കുക. അത് ഓൾറെഡി അവർ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾ ഇതിന്റെ സ്റ്റെപ്സ് എല്ലാം എഴുതിയിട്ട് ചെയ്യണം. അപ്പോൾ c1 സൈൻ ടി പ്ലസ് c2 കോസ് ടി എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുമ്പോൾ g ഓഫ് ടി സൈൻ ടി ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് വരുന്നുണ്ട്. കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു സൊല്യൂഷൻ പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ഇൻറ്റു അടുത്ത സൊല്യൂഷൻ എന്നല്ലേ വരുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷനായിട്ട് ഈ സൈൻ ടി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, yp സെലക്ട് ചെയ്യുമ്പോൾ സൈൻ ടിയുടെ ടേം കൂടാതെ കോളംസിൽ നോക്കിയിട്ട് സൈൻ ടിയുടെ ടേം കൂടാതെ ഒരു ടി കൊണ്ട് കൂടി അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ സൈൻ ടിക്ക് കറസ്പോണ്ടിങ് എ സൈൻ ടി പ്ലസ് ബി കോസ് ടി. ഇവിടെ കെയും എമ്മും ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഏത് കോൺസ്റ്റന്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റ് ആ കോൺസ്റ്റന്റിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതേ ഇൻറ്റു ടി ആണ് yp സെലക്ട് ചെയ്യുക. നമ്മൾ yp ഡാഷും yp ഡബിൾ ഡാഷും ഫൈൻഡ് ചെയ്യുക. നമ്മുടെ ഇക്വേഷനിൽ y ഈക്വൽ ടു yp എന്നുള്ളത് കൊടുക്കുക, കോഎഫിഷ്യൻസ് ഒക്കെ ഇക്വേറ്റ് ചെയ്യുക. ആ സ്റ്റെപ്സ് ഒക്കെ ഇവിടെ മിസ്സിംഗ് ആണ്, നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആ ക്ലൂ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പ്രോബ്ലം ഇട്ടത്. അപ്പോൾ അതിൽ നിന്ന് a ഈക്വൽ ടു 0 ആൻഡ് b ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. അപ്പോൾ yp ഈക്വൽ ടു -1/2 t കോസ് t എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ. ഇനി അടുത്തത് മോഡിഫിക്കേഷൻ ആൻഡ് സം റൂൾസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ വരുന്നത് റിപ്പീറ്റ് ചെയ്ത് രണ്ട് സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് g ഓഫ് ടിയുടെ വാല്യൂ 2 പ്രാവശ്യം ycയിൽ വരുന്നുണ്ട് എങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ആണ് എങ്കിൽ, y1ഉം ആ g ഓഫ് ടി തന്നെയാണ്, y2ഉം ആ g ഓഫ് ടി തന്നെയാണ്, ആ രണ്ട് സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിനെ ടി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ആണ് ഇതിലുള്ളത്. ഒരു ഇക്വേഷൻ നോക്കാം. y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു ടി പ്ലസ് ഇ റേസ് ടു ടി എന്നുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഹോമോജീനസ് ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. അപ്പോൾ YH എഴുതുമ്പോൾ നമുക്ക് ഇ റേസ് ടു ടി ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് റിയൽ റൂട്ടാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യുമ്പോൾ അതിന് 2 റിയൽ റൂട്ടാണ്, റിപ്പീറ്റ് ചെയ്യുന്ന 2 റിയൽ റൂട്ടാണെന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ YH C1 പ്ലസ് C2 ടി ഇൻറ്റു ഇ റേസ് ടു ടി, എം ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക, 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇ റേസ് ടു ടി ആണ് വരിക രണ്ടിനും കൂടി. അപ്പോൾ നമ്മുടെ ജനറൽ ഫോമാറ്റ് അനുസരിച്ച് C1 പ്ലസ് C2 ടി ഇൻറ്റു ഇ റേസ് ടു ടി ആണ് സൊല്യൂഷനായിട്ട്, മീൻസ് YH ആയിട്ട്. YH അല്ല, നമ്മൾ YC ആണ് എഴുതാറ്. ഈ ടെക്സ്റ്റിൽ അത് YH എന്നാണ് എഴുതിയത്, YC എന്ന് എഴുതിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇ റേസ് ടു ടി എന്നുള്ള ടേം നമ്മുടെ g ഓഫ് ടിയിലുണ്ട്. അത് 2 പ്രാവശ്യം 2 റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നുണ്ട്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇ റേസ് ടു ടിയുടെ കൂടെ ടി സ്ക്വയർ കൊണ്ട് yp സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ടി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നോർമലി ഇ റേസ് ടു ടിയുടെ ടേം c ഇ റേസ് ടു ടി ആണ്, അതിൻ്റെ കൂടെ ഒരു ടി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ g ഓഫ് ടിയിൽ ഒരു ടി ഉണ്ട്, ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് k1t പ്ലസ് k0 അല്ലെങ്കിൽ k0 പ്ലസ് k1t എന്നുള്ളൊരു ടേമും കൂടെ വരും. അപ്പോൾ 3ഉം കൂടെ സം ചെയ്തെടുക്കണം. അപ്പോൾ ഏതാണോ റിപ്പീറ്റ് ചെയ്യുന്നത്, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നനുസരിച്ച്, ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഒരു പ്രാവശ്യം ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 2 റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരണമെങ്കിൽ അതിനെ ടി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. ഇനി നിങ്ങൾ സാധാരണ ചെയ്യാറുള്ള പോലെ yp ഡാഷ് yp ഡബിൾ ഡാഷ് ഒക്കെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോൺസ്റ്റൻസിന് ഇവാലുവേറ്റ് ചെയ്ത് yp കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് സൊല്യൂഷൻ വരുന്നത്. ഓക്കെ.